ആയിഷ ബീവി പറയാണ്, ഞാനും മുത്തരവിധങ്ങൾ ഓട്ട മത്സരം നടത്തി. ഓട്ട മത്സരം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഗ്രൗണ്ടിൽ പോയി കളിക്കണം എന്നൊന്നുമല്ല. അല്ലെ, ഇപ്പൊ പുതിയ കണ്ടിട്ടില്ലേ, ഗ്രൗണ്ടിൽ പോയി വ്യായാമം ചെയ്യണം, കുറെ അന്യപുരുഷന്മാരുടെ മുന്നിൽ അന്യപുരുഷന്മാരുടെ വിചാരങ്ങളെ കിക്കിളിപ്പെടുത്തുന്ന രൂപത്തിൽ അങ്ങനെയൊക്കെ അഭിപ്രായം കാണിക്കണം എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ആയിഷ ബീവിയും മുത്തരവിധങ്ങളും കൂടി ഓട്ട മത്സരം നടത്തി എന്ന് പറഞ്ഞാൽ ഇനി ആരും അങ്ങനെ വിചാരിക്കണ്ട. അല്ലെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ കൃത്യമായ ചില ചട്ടങ്ങളുണ്ട്. അത് ദീനിന്റെ നിലപാടാണ്. ഒരു സ്ത്രീ എന്ന് പറയുന്നത് അവരുടെ ഇടപെടലുകൾ വളരെ മനോഹരമായിരിക്കണമെന്നാണ് ഇസ്ലാം പറയുന്നത്. അവർക്ക് എല്ലാത്തിനും ചില പരിമിതികളുണ്ട്. അന്യപുരുഷന്മാരുടെ വിചാരങ്ങൾ ഇക്കളിപ്പെടുത്തുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, വല്ലാഹി ലഅൽതഖന്ന ബിഹാ വജ്ഹകി, സൗദ ബീവിയെ നിങ്ങൾ കഴിച്ചില്ലെങ്കിൽ ഞാൻ ഇതെടുത്ത് നിങ്ങളുടെ മുഖത്ത് പുരട്ടിത്തരും സൗദ. അപ്പോഴും സൗദ ബീവി കഴിക്കാൻ കൂട്ടാക്കിയില്ല. അത് ആയിഷ ബീവിക്ക് ഭയങ്കര ദേഷ്യം വന്നു. പറഞ്ഞതുപോലെ ആ ഹരീറത്തെടുത്ത് സൗദ ബീവിയുടെ മുഖത്തേക്ക് ഇങ്ങനെ പുരട്ടി കൊടുക്കുകയാണ്. ആരുടെ മുമ്പിലാണ്? ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ നിന്നാണ് ആ ഹരീറത്ത് അങ്ങനെ പുരട്ടി കൊടുത്തു. ഇത് കണ്ടപ്പോ റസൂലുള്ളാഹി തങ്ങൾക്ക് ആയിഷ ബീവിയുടെ ഈ കുസൃതി കണ്ടപ്പോ ചിരി വന്നു. റസൂലുള്ളാഹി തങ്ങൾക്ക് ചിരി വന്നു. ആയിഷ ബീവി റസൂലുള്ളാഹിയും കൂടി ഇങ്ങനെ ചിരിക്കുകയാണ്. പക്ഷെ ഉടനെ ഹബീബായ നബി തങ്ങൾക്ക് സൗദ ബീവിയുടെ മാനസികാവസ്ഥ കൂടി മനസ്സിലാക്കുകയാണ് മുത്തനബി തങ്ങൾ. റസൂലുള്ളാഹിക്ക് മനസ്സിലായി സൗദ ബീവിക്ക് വിഷമായിട്ടുണ്ടാവും. ഉടനെ ആയിഷ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൗദ ബീവിയോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, സൗദാ, നിങ്ങൾ വിഷമിക്കല്ലേ സൗദ. സൗദ ബീവിയോട് ആ ഹരീറത്ത് എടുക്കാൻ പറഞ്ഞു. സൗദ ബീവി അവരുടെ കൈകൊണ്ട് ആ ഹരീറത്ത് എടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ആയിഷ ബീവിയുടെ മുഖത്തേക്ക് പുരട്ടി കൊടുക്കൂ, അവര് നിന്നെ ചെയ്തതുപോലെ. സൗദ ബീവി അങ്ങോട്ട് ആയിഷ ബീവിയുടെ മുഖത്തേക്ക് ഇതങ്ങനെ പുരട്ടി കൊടുക്കുകയാണ്. രണ്ടുപേരുടെ മുഖത്തും ഇങ്ങനെ ഹരീറത്താണ്. ഇത് കണ്ട് മൂന്ന് പേരും ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ചിരിക്കുന്ന ഒരു സംഭവം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉടനെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ടുപേരോട് പറയുകയും ചെയ്തു, ഖുമാ ഫഗ്സിലാ വുജൂഹകുമാ, വേഗം നിങ്ങൾ രണ്ടാളും ഇവിടെ എഴുന്നേറ്റ് പോയി മുഖം കഴുകണേ. ലിഅല്ലാ യറാകുമാ ഉമറു ബിഹാദിഹി സൂറ, ഉമറങ്ങാനും ഇപ്പൊ ഇതുവഴി വന്നാൽ വിവരമറിയും. ആരായി പറയുന്നത്? റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, ഉമറങ്ങാനും ഇതുവഴി ഇപ്പൊ ഇങ്ങോട്ട് വന്നാൽ വിവരമറിയും, നിങ്ങൾ രണ്ടുപേരോടും ദേഷ്യപ്പെടും, എന്റെ മുമ്പെന്നാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞ്. അതുകൊണ്ട് വേഗം പോയി രണ്ടുപേരും മുഖം കഴുകണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ഹബീബാ നബി തങ്ങളുടെ മനോഹരമായ ഇടപെടലുകൾ. എത്ര മനോഹരമായ ഇടപെടലുകളാണ്! ഇതുപോലെ ധാരാളം സംഭവങ്ങൾ കാണും. ആയിഷ ബീവി തന്നെ പറയുന്നുണ്ട്, ഉത്തരവിധങ്ങളും പെൺകുട്ടികൾ പഠിക്കുന്നതിനോടൊന്നും ഇസ്ലാമിനെ വിയോജിപ്പുണ്ട് എന്നാരും വിചാരിക്കരുത്. ഞാൻ അതിനാണ് അത് പറഞ്ഞത്. ആയിഷ ബീവിയെ പോലെ ഒരു പണ്ഡിതയെ, അത്ര വലിയ പാണ്ഡിത്യമുള്ള ഒരു പെണ്ണിനെ ലോകം കണ്ടിട്ടില്ല എന്ന് പറയുമ്പോ പെൺകുട്ടികൾ പഠിക്കുന്നതിനോടൊക്കെ ഇസ്ലാമിന് വിയോജിപ്പുണ്ട് എന്നൊന്നും ആരും കരുതരുത്. അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല, അല്ലെ? പെൺകുട്ടികളൊക്കെ പഠിക്കണം, നന്നായി പഠിക്കണം. പഠിച്ച നല്ല ഡോക്ടർമാരും എഞ്ചിനീയർമാരൊക്കെ ആവട്ടെ, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ അടിസ്ഥാനപരമായി അവർക്കുണ്ടാകേണ്ട ഒരു ഗുണമുണ്ട്, മതബോധം വേണം, അള്ളാഹുവിനെ പേടി വേണം, മതബോധം വേണം, അച്ചടക്കം വേണം. അത് വളരെ പ്രധാനമാണ്. അതില്ലാതെ ഏതെങ്കിലും കലാലയങ്ങളിൽ പോയാൽ അവിടെയുള്ള സൗഹൃദങ്ങളുടെ ഭാഗമായി നമ്മുടെ മക്കളൊക്കെ പല വഴിക്ക് പോകാനിടയുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഓർമ്മപ്പെടുത്തുന്നത്, നല്ല മതബോധം മക്കൾക്ക് നൽകണം. എന്നിട്ട് അവരെ നല്ല പോലെ പഠിപ്പിക്കുകയും വേണം. നല്ല മതബോധം നൽകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാനിങ്ങനെ ഹരീറത്തു തആം അതുമായിട്ട് സൗദ ബീവിയുടെ അരികിൽ ചെന്ന്, റസൂലുള്ളാഹിന്റെ അരികിൽ ചെന്ന് മുത്തനബി തങ്ങൾ ഇങ്ങനെ ഭക്ഷിക്കുകയാണ്. സൗദ ബീവിയോട് ഞാൻ പറഞ്ഞു, കുലി യാ സൗദ, സൗദ കഴിക്കണം എന്ന് പറഞ്ഞു. സൗദ ബീവി വിസമ്മതിച്ചു. അവര് തയ്യാറായില്ല. നമുക്ക് വേണ്ടാന്ന് പറഞ്ഞു. സൗദ ബീവി അങ്ങനെ പറഞ്ഞു, നമുക്ക് വേണ്ടാന്ന് പറഞ്ഞു. സ്വാഭാവികമാണ്. റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യമാർക്കിടയിലും